ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡേറ്റ്സ് ഒരു 10-15 ഡേറ്റ്സ് ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിൽ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മൈദയും കൂടി അതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുഴുവനോടെ 2 മുട്ടയും ഫുള്ള് യോക്കും വൈറ്റും ഒരുമിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതിൽ വൈറ്റ് മാത്രമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 മുട്ടയുടെയും വൈറ്റ് ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ച യോക്ക് 2 അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ അതിലേക്ക് ഡേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് അത് ഇതുപോലെ ഇതിന് പകരമായിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ കേക്കിനൊക്കെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിക്കോളും. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെയും അതുപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയുടെ മിക്സ് ഉണ്ടല്ലോ, അത് അതിലേക്കൊന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അടുത്തതായിട്ട് അതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഡേറ്റ്സും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസുമോ അല്ലെങ്കിൽ ഓവനിലോ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20-25 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് വീട്ടിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്